കോഴിക്കോട്ടേക്കാണ് ഇനി അജി കുഞ്ഞുമോനുള്ളത്. പാരഗൺ ഹോട്ടലിലാണ്. അജി, പാരഗൺ ഹോട്ടൽ വളരെ പ്രശസ്തമാണ്. ഒന്നിലേറെ ഔട്ട്ലെറ്റുകളുള്ള ഹോട്ടൽ കൂടിയാണ്. അവിടുത്തെ ബിരിയാണി ഏറെ പ്രശസ്തമാണ്. ഈ ബിരിയാണിയെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നാണോ? ചില ഹോട്ടലുകളെങ്കിലും ബിരിയാണിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടത്, ഒരൊറ്റ വിഭവം എന്ന തരത്തിലേക്ക്. അപ്പോൾ പാരഗൺ ഹോട്ടലിൽ എന്താണ് അവസ്ഥ, അവർക്ക് പറയാനുള്ളത്? അനുജ, ഞാൻ നിൽക്കുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്തമായ പാരഗൺ ഹോട്ടലിന്റെ കിച്ചണിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, വിറകടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ ബിരിയാണി പാകം ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ഗ്യാസിലായിരുന്നു. ആ ഒഴിഞ്ഞ ഗ്യാസിന്റെ ആ ഒരു ഇതും നമുക്ക് കാണാൻ കഴിയും. വിറകടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം പാചകം ചെയ്യുന്നത്. എനിക്കൊപ്പം പാരഗണിന്റെ GM രതീഷും കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് വലിയ തലത്തിൽ ബാധിച്ചിട്ടുണ്ടോ പാരഗൺ? നമുക്ക് വലിയ തലത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എല്ലാം തന്നെ ക്വാണ്ടിറ്റികൾ ബൾക്ക് പ്രൊഡക്ഷനിലേക്കുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ബിരിയാണി എല്ലാം തന്നെ ഇപ്പോൾ തന്നെ വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇന്ധനത്തിൻ്റെ ലഭ്യത ഗ്യാസിൻ്റെ വളരെ കുറച്ചേ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. അതാത് ദിവസം എങ്ങനെ ഓടിച്ചു പോകാനുള്ളതെന്ന് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ വിറകിലും ചിരട്ടയിലുമാണ് പാകം ചെയ്യുന്നത്. അത് സമയ ലഭ്യത കൂടുതൽ എടുക്കില്ലേ? അത് ഡെഫിനറ്റ്ലി അത് കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. ഗ്യാസിനെ പോലെ അല്ല. അതിനകത്തേക്ക് ഒരാൾ എപ്പോഴും കോൺസെൻട്രേഷൻ വേണം. കാരണം ഫുഡൊക്കെ അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിറയിലേക്കുള്ളതിന് ആളിൻ്റെ മാൻ പവറിൻ്റെയും ടൈം കൂടും. അവരും അതിനകത്ത് പ്രാക്ടിക്കലി ഇൻവോൾവ് ആയി എടുക്കണം. കാരണം ഇത്രയും നാൾ എടുക്കാതിരുന്നതാണ്, വീണ്ടും അതിലേക്ക് വരുന്നുണ്ട് പഴയ കാലങ്ങളിലേക്ക്. അപ്പോൾ അതിലേക്ക് കുട്ടികളൊക്കെ പഠിച്ചെടുക്കാനുണ്ട്, ഇപ്പോഴുള്ള കുട്ടികളുടെയൊക്കെ. മാത്രമല്ല, ഈ പല കടകളിലും മെനൂസ് വെട്ടിക്കുറച്ചു. പാരഗൺ ഏതെങ്കിലും തരത്തിലുള്ള മെനുകൾ വെട്ടിക്കുറച്ചു? നമ്മൾ കറൻ്റ്ലി മെനുവിൽ ബൾക്ക് പ്രൊഡക്ഷനിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഗ്യാസ് അതിലേക്കായിരിക്കും കൺസപ്ഷൻ കൂടുതലെന്നുള്ളൊരു സംസാരം ഉള്ളതുകൊണ്ടും ഇനി നാളെയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതെന്നുള്ളത് അങ്ങനെയൊക്കെ കുറയ്ക്കാനാണ് മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് പാസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അനുജ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, വിറകിലാണ് ഇപ്പോൾ ബിരിയാണി പാകം ചെയ്യുന്നത്. അത് സമയ ലഭ്യത ഏറെ എടുക്കുന്നുള്ള ഏതെന്നും ജീവനക്കാർ ഇതിനോട് പൊരുത്തപ്പെട്ട് വരുന്നതൊക്കെ വലിയ തരത്തിൽ ബാധിക്കും. പാരഗണിനെ സംബന്ധിച്ചിടത്തോളം ദിനംപ്രതി 2000-ലേറെ ബിരിയാണിയാണ് ഇവിടെ നിന്ന് മാത്രം നൽകുന്നത്. അപ്പോൾ അത്രയേറെ ഗ്യാസിൻ്റെ ആവശ്യവും ഇവിടെ ഉണ്ട്, പ്രതിദിനം ഇവിടെയുമുണ്ട്. അതുമാത്രമല്ല, വലിയ തലത്തിൽ പാരഗണിനെ പോലെയുള്ള വലിയ ഹോട്ടലുകളെയൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് ഹോട്ടലുകളെ മാത്രമല്ല, ഈ പൊതുശ്മശാനങ്ങളിലടക്കം ഈ ഗ്യാസിൻ്റെ ഇന്ധന ലഭ്യതക്കുറവ് മൂലം ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം മാറ്റിവെക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.